ഹലോ എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും മിലു കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പാലട പായസമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് സേമിയയും കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ഈ പായസം തയ്യാറാക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു 200 ഗ്രാം പാലട എടുത്തിട്ടുണ്ട്. പാലടയുടെ കൂടെ തന്നെ ഞങ്ങളിവിടെ ഒരു 50 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. പാലടയും സേമിയയും കൂടെ നമ്മളൊരു 20 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് അടച്ച് വെക്കണം. അതിനുശേഷം നമ്മളിത് ഒരു 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുന്തിരിങ്ങയും കാഷ്നട്ടുമാണ് വറുത്തിടാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഒരു 7 പീസ് ഏലക്ക, പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. ഇത്രയാണ്. പിന്നെ നമുക്ക് ഒരു 1 ലിറ്റർ പാലും കൂടെ വേണം. ഫുൾ ക്രീം പാലാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് ഈ പായസം തയ്യാറാക്കാനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കണം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയാണ്, ഒരു കപ്പ് പഞ്ചസാര. അതിനുശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന സേമിയയും അടയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഈ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു വരത്തക്കവണ്ണം നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. ചെറിയ തീയിലിട്ടേ നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഫുൾ ക്രീമിൻ്റെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു ലിറ്റർ പാല് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. തീ നമ്മൾ കൂട്ടിയിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഈ പാലെല്ലാം നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പായസം ഇത് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ആ കളറൊക്കെ മാറി ഒരു ലൈറ്റ് പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ മധുരം കുറവാണ്. ആദ്യം നമ്മൾ പഞ്ചസാര ചേർത്തായിരുന്നു. പക്ഷേ എനിക്കിവിടെ മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ആ ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ച് ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ കുറുകുന്നതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് ലൂസാക്കണമെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കരുത്. പാലും വെള്ളം കൂടെ മിക്സ് ചെയ്ത് മാത്രമേ ചേർക്കാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. നെയ്ക്കകത്ത് വറുത്ത് വെച്ചതാണ്. ഇത് നമുക്കിതിലൊക്കെ ചേർത്ത് കൊടുക്കാം. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടുതലായിട്ട് കുറുകിപ്പോയി. അപ്പം ഞാനിവിടെ 1 കപ്പ് പാലും കൂടെ ഞാൻ ചേർക്കുവാണ്. ഇത് ഇരിക്കുന്തോറും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പാല് മിക്സ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ലൈറ്റ് പിങ്ക് കളറാണ്. നല്ല ടേസ്റ്റാണ് ഈ പായസം. നല്ല പാലടയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് ഇങ്ങനെ നമ്മൾ ഇളക്കി അതിൻ്റെ ആ കളർ മാറുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ടേസ്റ്റോടുകൂടി നമുക്ക് പാലട കഴിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാലട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.